നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് മുതലേ ഡിസ്കസ് ചെയ്യുന്ന കണക്ക് തന്നെ ഫസ്റ്റ് നമ്മളൊരു ആ ഒരു സെക്ഷനിലെ മെയിൻ ബോൺസ്, അതിൻ്റെ നമ്പേഴ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ബോൺസ് ഓഫ് ദ സ്കൾ കൺസിസ്റ്റ് ഓഫ് 28 ബോൺസ് ബോൺസ് ഉണ്ട്, ഇൻക്ലൂഡിങ് 3 പെയർ ഓഫ് ഇയർ ഓസിക്കിൾസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുകൂടാതെ ഫേഷ്യൽ സ്കെൽറ്റനിൽ 14 ബോൺസ്. അപ്പം അങ്ങനെ ടോട്ടൽ 28 ബോൺസ് ആയിരിക്കും. ഫേഷ്യൽ സ്കെൽറ്റൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 14 ബോൺസ്. കാൽവേരി അല്ലെങ്കിൽ ബ്രെയിൻ കേസ് 14 ബോൺസ് ആണ്, അതിന് ഇൻക്ലൂഡഡ് ആണ് ഏത്, ഇയർ ഓസിക്കിൾസ്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം ഏതൊക്കെയാണ് പെയ്ഡ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ കാൽവേരി അല്ലെങ്കിൽ ബ്രെയിൻ കേസിലെ പെയ്ഡും അൺപെയ്ഡും ആയിട്ടുള്ള ബോൺസ് ഏതൊക്കെയാണെന്നുള്ളത്. അൺപെയ്ഡ് ഒക്കെ നമ്മൾ ഡൗട്ട് ഒന്നും തോന്നത്തില്ല, അറിയാമല്ലേ. ഒന്ന് ഓക്സിപുട്ടൽ, ഒന്ന് സ്പീനോയിഡ്, എത്തമോയിഡ് അൺപെയ്ഡ് ആയിരിക്കും. പെയ്ഡ് ആണ് പെറൈറ്റൽ ടേപ്പീസ്. ഇതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഫേഷ്യൽ സ്കെൽറ്റനിലാണ് ഇൻ കേസ് വന്നാൽ നമുക്ക് ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് വരുന്നത്. അതിൽ ഫേഷ്യൽ സ്കെൽറ്റനിൽ നമുക്കറിയാം അൺപെയ്ഡ് ആയിട്ട് മെയിനായിട്ട് 2 ബോൺസ് ആണുള്ളത്. അത് മാൻഡിബിളും വൊമർ ബോണും ആണ് ഉള്ളത് കേട്ടോ. അൺപെയ്ഡ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എല്ലാം പെയ്ഡ് ബോൺസ് ആണ്. ഇപ്പം മാക്സില ആണെങ്കിലും സൈഗോമാറ്റിക് ബോൺ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. മാക്സില, സൈഗോമാറ്റിക്, പിന്നെ നെയ്സൽ ബോൺസ്, ലാക്രിമല്, പാലറ്റൈൻ ആൻഡ് ഇൻഫീരിയർ നെയ്സൽ കോങ്ക, ഇതെല്ലാം ഫേഷ്യൽ സ്കെൽറ്റനിലെ ബോൺസ് ആണ്. അതെല്ലാം പെയ്ഡ് ബോൺസ് ആണ്. ഇതിൻ്റെ എല്ലാം പേര് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. വേണമെങ്കിൽ ഫേഷ്യൽ സ്കെൽറ്റനിലെ അൺപെയ്ഡ് ബോണ്, പെയ്ഡ് ബോൺ എന്നൊക്കെ പറഞ്ഞൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കി വെച്ചാൽ മതി. ഫേഷ്യൽ സ്കെൽറ്റനിലെ അൺപെയ്ഡ് ബോൺസ് മാൻഡിബിളും വൊമറും ആണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഫ്രോണ്ടല്, പെറൈറ്റൽ, സ്പീനോയിഡ് ബോൺസ്, എത്തമോയിഡ് ബോൺസ്, ടെമ്പറൽ, വോമർ ബോൺസ്, ഓക്സിപിറ്റൽ. ജസ്റ്റ് ഒരു ഡയഗ്രാം വെച്ചിട്ടേ ഉള്ളൂ, ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. എല്ലാം അറിയുന്നതായിരിക്കും, കൺഫ്യൂഷനുള്ള ഏതെങ്കിലും ജസ്റ്റ് നോക്കിയാൽ മതി. സ്ലൈഡ്സ് ഓക്കെ ആണല്ലോ, വിസിബിൾ ആണല്ലോ, പ്രശ്നമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് സ്കൾ ജോയിൻസിനെ കുറിച്ചാണ്. സ്കൾ എന്തായിരിക്കും, സ്യൂച്ചേഴ്സ് ആയിരിക്കും. അതിൽ തന്നെ ബേസ് ഓഫ് ദ സ്കള് ഓസിഫൈ ചെയ്യുന്നത് കാർട്ടിലേജിനസ് ആയിരിക്കും. സ്കൾ ക്യാപ്പ് മെംബ്രേനിയസ് ആയിരിക്കും. ജനറൽ അനാട്ടമി എടുക്കുന്ന സമയത്ത് ഈ മെംബ്രേനിയസ് ഓസിഫിക്കേഷനൊക്കെ ജസ്റ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ന്യൂമാറ്റിക് ആണ്. എന്താണ് അതിന്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ they reduce the weight of the skull, they maintain the humidity of the inside, resistance to the voice and sinusitis infections ഇതാക്കും. അപ്പം ഇത് എന്താ പറയാ, ഒരു ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഇത് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇത് നമ്മുടെ ഫ്രോണ്ടൽ വിസിബിൾ ആവുന്നില്ലേ? ഏത് വരെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു? സൂച്ചേഴ്സ്, മോസ്റ്റ്ലി സൂച്ചേഴ്സ് അവിടെ വരെ കണ്ടിട്ടുള്ളൂ. സ്കൾ ജോയിൻസ് കഴിഞ്ഞിട്ട് സ്കൾ ജോയിൻസ് വന്നിട്ടില്ല അല്ലേ? അത് വന്നല്ലേ ഈ ബോൺ മാത്രം, ഇത് ഈ സെക്ഷൻ ന്യൂമാറ്റിക് ബോൺസ് ആയിട്ടില്ല. ഇല്ല, ഇപ്പോഴായിട്ടുണ്ട്. ഇപ്പൊ ആയിട്ടുണ്ട് ഡോക്ടർ. പിന്നെ സ്ലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എയർ ഫിൽഡ് ബോൺസ് ആണ്. ഫ്രോണ്ടൽ മാക്സിൽ weight of the skull give resonance to the voice and get infected resulting sinusitis. അതാണ്. അത് കൂടാതെ മാസ്റ്റോയിഡ് ബോൺസും വരും കേട്ടോ. നെക്സ്റ്റ് ഡെൻസസ്റ്റ് ബോണിന്റെ ബോഡി എന്ന് പറയുന്നത് പിട്രസ് ടെമ്പറൽ ബോൺസ് ആയിരിക്കും. അതുകൂടാതെ ഫേസിൽ മോസ്റ്റ് കോമൺലി ഫ്രാക്ചർ ചെയ്യുന്നത് നെയ്സൽ ബോൺസ് ആയിരിക്കും. ആ 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫ്രാക്ചേർഡ് ബോൺ കോമൺലി ഫ്രാക്ചർ ചെയ്തിരിക്കുന്ന ഫേസിലെ നെയ്സൽ ബോൺസും, കൂടാതെ ഏതാണ് ഡെൻസസ്റ്റ് ബോൺ എന്നുള്ളത് പിട്രസ് ടെമ്പറൽ ബോൺസ് ആയിരിക്കും. ഇനി അടുത്താണ് നമുക്ക് കുറേയധികം സ്യൂച്ചേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഓരോ ഒബ്സ്ട്രറ്റിക്സിലും കുറേയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്നാൽ ഈ പോയിന്റ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ നോക്കിപ്പോയാൽ മതി. കുറേ സ്യൂച്ചേഴ്സ് കാണാം അല്ലേ? കൊറോണൽ സ്യൂച്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, സജൈറ്റൽ സ്യൂച്ചേഴ്സ് കാണുന്നുണ്ട്, ലാംബേർഡ് സ്യൂച്ചേഴ്സ് ഉണ്ട് അല്ലേ? ഇത്രയല്ലേ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ കാണാൻ പറ്റുന്നത്. അതിൽ
കൊറോണ ഫ്യൂച്ചേഴ്സ് എവിടെയാണ്? പിക്ചർ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? ഫ്രോണ്ടൽ ബോണിനും പറൈറ്റൽ ബോൺസിനും ഇടയ്ക്ക് അല്ലെ, ബിറ്റ്വീൻ ഫ്രോണ്ടൽ ആൻഡ് പറൈറ്റൽ ബോൺസ് ആണ് നമ്മുടെ കൊറോണൽ ഫ്യൂച്ചേഴ്സ്. കൊറോണ നെക്സ്റ്റ് ഏതാണ്? സെൻട്രലിലൂടെയുള്ള ആ ഒരു സജേറ്റൽ ഫ്യൂച്ചേഴ്സ്. സജേറ്റൽ ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ടു പറൈറ്റൽ ബോൺസ് ആയിരിക്കും സെൻട്രൽ, രണ്ട് സൈഡിലെ പറൈറ്റൽ ബോൺസിന് ബിറ്റ്വീൻ ആയിട്ടാണ് സജേറ്റൽ ഫ്യൂച്ചർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ്, തേർഡ് ആണ് ഏത്? ലാംബോയിഡ് ഫ്യൂച്ചർ. അതെന്താ, ഏതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഏതാണ്? ഓക്സിപിറ്റൽ ആൻഡ് പറൈറ്റൽ ബോൺസ് ആയിരിക്കും ലാംബോയിഡ് ഫ്യൂച്ചർ. ആ ഡയഗ്രാം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബിറ്റ്വീൻ ഫ്രോണ്ടൽ ാണ്, അതായത് ജസ്റ്റ് ഫ്രണ്ടിൽ, നേരെ ഓപ്പോസിറ്റ് ബിറ്റ്വീൻ പറൈറ്റൽ ആൻഡ് ഓക്സിപിറ്റൽ ആണെങ്കിൽ, അതായത് കൊറോണലും ലാംബോയിഡും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഫ്രണ്ടിലുള്ള നമുക്ക് എല്ലാവർക്കും കോമൺ അറിയാം ഫ്രോണ്ടൽ ബോൺ ആണെന്ന്. അപ്പം ബിറ്റ്വീൻ ടു ബിറ്റ്സ് പറൈറ്റൽ ബോൺ, ഇൻ ബിറ്റ്വീൻ അതായിരിക്കും. സെൻട്രൽ ഉള്ളതാണ് ഏത്? സജീറ്റൽ ഫ്യൂച്ചർ ബിറ്റ്വീൻ ടു പറൈറ്റൽ ബോൺസ്. നെക്സ്റ്റ് ആണ് ലാംബോയിഡ് ഫ്യൂച്ചർ. ഓക്കെ, അടുത്ത ഒന്ന് രണ്ട് കോമൺ ആയിട്ട് ആ ഒരു ബോൺ, ആ ഒരു സ്കള്ളിന്റെ എക്സ്റ്റീരിയർ വ്യൂവിൽ ചോദിക്കുന്ന മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ ലാംഡ എന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് ക്വസ്റ്റ്യനിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കൂടാതെ റെയർ ആയിട്ടുള്ള നെയിംസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ബ്രക്മ ഡയഗ്രത്തിൽ ബ്രക്മ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Okay, ബ്രക്മ ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ കൊറോണൽ ആൻഡ് സജീറ്റൽ ഫ്യൂച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് പോയിന്റിനെയാണ് ബ്രക്മ എന്ന് പറഞ്ഞേക്കുന്നത്. ബ്രക്മ അതായത് കൊറോണൽ ഫ്യൂച്ചേഴ്സും സജീറ്റൽ ഫ്യൂച്ചറും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ബ്രക്മ. പിന്നെ നെക്സ്റ്റ് ഏതാണ്? ലാംഡ ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ സജീറ്റൽ ആൻഡ് ലാംഡോയിഡ് ഫ്യൂച്ചേഴ്സ്. അപ്പം ലാംഡ ബിറ്റ്വീൻ സജീറ്റൽ ലാംഡോയിഡ് ഫ്യൂച്ചേഴ്സിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ്. ബ്രക്മ എന്ന് പറഞ്ഞാൽ കൊറോണൽ സജീറ്റൽ ഫ്യൂച്ചേഴ്സിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഒരു ഒബ്ലിയോൺ പോയിന്റ്. അതായത് ഒബ്ലിയോൺ പോയിന്റ് ഈസ് എന്താണ്? ബിറ്റ്വീൻ ടു പറൈറ്റൽ ഫൊറാമിന. അതായത് ആ രണ്ട് സൈഡിലായിട്ട് കണ്ടോ, സജീറ്റൽ ഫ്യൂച്ചേഴ്സിന്റെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ഒരു നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പറൈറ്റൽ ഫൊറാമിനാസ് ഉണ്ട്. ബിറ്റ്വീൻ ദം ആണ് എന്ത്? ഒബ്ലിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഉള്ളത്. ക്ലിയർ ആയോ? ബ്രക്മ, ലാംഡ ആൻഡ് ഒബ്ലിയോൺ. ബ്രക്മ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ കൊറോണൽ സജീറ്റൽ ഫ്യൂച്ചേഴ്സ് ആയിരിക്കും. ലാംഡ എന്ന് പറയുന്നത് മീറ്റിംഗ് പോയിന്റ് ബിറ്റ്വീൻ സജീറ്റൽ ആൻഡ് ലാംഡോയിഡ് ഫ്യൂച്ചർ ആയിരിക്കും. നെക്സ്റ്റ് ഒബ്ലിയോൺ എന്ന് പറയുന്നത് ഇസ് ദ പോയിന്റ് ഓൺ ദ സജീറ്റൽ ഫ്യൂച്ചറിലാണ്. പക്ഷെ ബിറ്റ്വീൻ എന്താണ്? രണ്ട് ആ ഒരു എക്സാക്ട് മുകളിൽ നിന്ന് താഴെ വരെ വരുന്ന ആ ഒരു ഫ്യൂച്ചർ ലൈനിൽ പറൈറ്റൽ ഫൊറാമിനയ്ക്ക് സെൻട്രലായിട്ട് വരും. ഓക്കെ, ഇനി ഒരു അസ്റ്റീരിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ ഒരു ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ? ഒരു ടെറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് ഒരു ഇതിൽ ഞാൻ നല്ലൊരു ഡയഗ്രാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഇത് തന്നെ കുറച്ച് വലുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ആണ്. എന്താണ് ഈ പോയിന്റിന്? വേർ ദ പറൈറ്റോ മാസ്റ്റോയിഡ്, ഓക്സിപിറ്റോ മാസ്റ്റോയിഡ് ആൻഡ് ലാംഡോയിഡ് ഫ്യൂച്ചേഴ്സ് മീറ്റ് ചെയ്യും. അതായത് പറൈറ്റൽ മാസ്റ്റോയിഡ് ഇതും ഓക്സിപിറ്റോ മാസ്റ്റോയിഡും ലാംഡോയിഡ് ഫ്യൂച്ചറും ഇത് മൂന്നും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് അസ്റ്റീരിയോൺ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറൈറ്റോ മാസ്റ്റോയിഡ്, ഓക്സിപിറ്റോ മാസ്റ്റോയിഡ് ആൻഡ് ലാംഡോയിഡ് ഫ്യൂച്ചേഴ്സ് മീറ്റ്. സ്ക്രീൻ കുഴപ്പമില്ല, വിസിബിൾ ആണല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ മാം. നെക്സ്റ്റ് ആണ് ഇനിയോൺ എന്ന് പറയുന്നത്. ഇനിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ ഓക്സിപിറ്റൽ അല്ലേ, ആ ഒരു ഏരിയയിൽ ഒരു മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്ന ഒരു പോയിന്റിനെയാണ് ഇനിയോൺ പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇരുന്നാൽ മതി, കുറേയധികം ടൈം അതിനു വേണ്ടി കളയണമെന്നില്ല. പോയിന്റ്സ് ഒക്കെ എന്താന്നുള്ളത് മാത്രം. ഇതാണ് ഞാൻ പറഞ്ഞ ഡയഗ്രാം. നേരത്തെ പറഞ്ഞില്ല, അസ്റ്റീരിയോൺ പറഞ്ഞല്ലോ. അതായത് പറൈറ്റോ മാസ്റ്റോയിഡും പിന്നെ ലാംഡോയിഡും ഓക്സിപിറ്റോ മാസ്റ്റോയിഡും കൂടെ ജോയിൻ ചെയ്യുന്ന അതേ കണക്കിന് ഒരു പോയിന്റ് ആണ് ടേൺ പോയിന്റ്. പക്ഷെ ഇതിന് ഈ ടേൺ പോയിന്റിന് കുറച്ച് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. ഇത് കണ്ടോ, ഒരു ആൻഡ്രോലാറ്ററൽ ആയിട്ടാണ് ഫോണ്ടനല്ലയിലെ സ്കള്ളിന്റെ ആൻഡ്രോലാറ്ററൽ പോർഷനിലായിട്ടാണ് വരുന്നത്. ഏതൊക്കെ ബോൺസ് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. ഫ്രണ്ടിലുള്ള ഫ്രോണ്ടൽ ബോൺ ഉണ്ട്, അത് കൂടാതെ ലിറ്റിൽ ബോൺസിന്റെ ഇതുണ്ട്, പിന്നെ അത് കൂടാതെ ഈ സൈഡിലെ സ്ഫീനോയിഡ് ഉണ്ട്, പിന്നെ രണ്ട് സൈഡിലായിട്ടുള്ള ടെമ്പറൽ ബോൺസ്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ബോണി ലാൻഡ്മാർക്ക് ആണ് ടെറിയോൺ. അപ്പൊ ഫ്രോണ്ടൽ, പറൈറ്റൽ, സ്ഫീനോയിഡ് ആൻഡ് ടെമ്പറൽ ബോൺസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ടെറിയോൺ പോയിന്റ്.
It is Therion site of anterolateral fontanelle is the thin part of the skull എന്ന് പറയുന്നുണ്ട് കേട്ടോ. Therion is a bony landmark on the sides of the skull where frontal, parietal, sphenoid and temporal bones meet. Therion site of anterolateral fontanelle is the thin part of the skull. എന്താണ് അതിന്റെ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡ് ആക്സിഡൻസിൽ ഈ മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറിയുടെ എന്തുണ്ടാവുന്നു, റപ്ചർ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, എക്സ്ട്രാഡ്യൂറൽ ഹെമറേജസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ആ ഒരു ഏരിയയിൽ കേട്ടോ. ഇന്റേണൽ കരോട്ടിഡിന്റെ ബ്രാഞ്ച് മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറി അതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം അതിന് എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ബ്രേക്കേജ് ഉണ്ടായിട്ട് എക്സ്ട്രാഡ്യൂറൽ ഹെമറേജിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു പോയിന്റിൽ. In roadside accidents, the anterior division of middle meningeal artery may be ruptured, leading to clot formation between skull and diameter or extradural hemorrhages. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കറിയാം ബ്ലാക്ക് ഐ, ക്രേനിയൽ ഫോസിയിൽ ഉണ്ടാകുന്ന ഇത് ഫ്രാക്ചർ കൊണ്ടിട്ട് എന്തുണ്ടാവും, പിന്നെ കോസിങ് ബ്ലീഡിങ് ആൻഡ് ഡിസ്ചാർജ് സെറിബ്രോസ്പൈനൽ fluid through the nose. It may causes condition called a black eye, which is produced by the seepage of blood into the eyelids and the cranial fossa fracture. Hello, slide മാറുന്നില്ലേ ഡോക്ടറെ? സ്ലൈഡ് കാണുന്നില്ല. നീലിമ ഡോക്ടർ ഞാൻ ഷെയർ ചെയ്യണോ? ഇപ്പൊ വിസിബിൾ ആണ് ഡോക്ടറെ. ആണോ? ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് നെറ്റിന്റെ ഇത് കൊണ്ടിട്ടായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആണ്. ബ്ലാക്കേജ് ജസ്റ്റ് എത്രയേ ഉള്ളു. ഫ്രാക്ചർ ഓഫ് ആന്റിയൽ ക്രീനിയൽ ഫോസ മിക്കോസ് ബ്ലീഡിംഗ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ത്രൂ ദ നോസ്. ഇറ്റ് കോസസ് കണ്ടീഷൻ എന്താണ്, ബ്ലഡ് സീപ്പേജ് ഓഫ് ബ്ലഡ് ഇൻ ടു ദ ഐലിഡ് കോസ് ബ്ലാക്ക് ഐ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരിക്കും. കാപ്വുഡ് സക്സഡാനും സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിംഗ് ആണ് മോസ്റ്റ് കോമൺലി എന്തായിരിക്കും ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്നതാണ് അല്ലെ, സ്കള്ളിൽ. ഇത്രയാണ് ഒരു ഹെഡിന്റെ പോർഷനിൽ. അടുത്ത നമുക്ക് ഫേസിൽ ജസ്റ്റ് ഫേഷ്യൽ മസിൽസും ഓരോ ഫേഷ്യൽ മസിൽസിന്റെയും ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിലും ഓരോ ഫേഷ്യൽ മസിൽസും ഏതൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ടും പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് മസിൽസ് അറൗണ്ട് ദ മൗത്ത് നോക്കിക്കേ. പേരൊക്കെ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കുന്ന നല്ലതായിരിക്കും. ഓർബിക്കുലാരിസ് ഓറിക്സ് ഉണ്ട്, ബക്സിനേറ്റർ മസിൽസ് ഉണ്ട്, പിന്നെ സൈഗോമാറ്റിക്കസ് മേജർ, മൈനർ, ലെവേറ്റർ, ലേബേ സുപ്പീരിയോറിസ് ഉണ്ട്. അത് കൂടാതെ ലെവേറ്റർ ആംഗുലാരിസ് ഓറിസ്, സൈഗോമാറ്റിക്കസ് മൈനർ, ഡിപ്രസർ ആംഗുലേ ഓറിസ്, ഡിപ്രസർ ലേബേ ഇൻഫീരിയോറിസ്, മെന്റാലിസ് ആൻഡ് റെസിനസ്. ഈ പേര് ഫസ്റ്റ് ഫെമിലിയറായി പഠിച്ചാൽ മാത്രമേ ഇപ്പം നമുക്ക് ഓരോ ഫേഷ്യൽ എക്സ്പ്രഷനും ഏത് മസിൽസ് ആണെന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം അതിൽ ഏതാണ് ഇപ്പം ലാഫിങ്ങിന് സ്മൈലിങ്ങിന് ഏത് മസിൽ, ഫേഷ്യൽ മസിൽ ലാഫിങ് ആൻഡ് സ്മൈലിങ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സർപ്രൈസിന് ഏത് മസിൽസ് ആണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് മസിലിന്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും ക്ലിയർ കട്ടായിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഫ്രോണ്ടാലിസ് മസിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് റീജിയൻ ആണ്, അത് ആർക്കും വലിയ കൺഫ്യൂഷൻ വരത്തില്ല. നെക്സ്റ്റ് ആണ് ഡിസ്ലൈക്ക് വരുന്നത്. ഡിസ്ലൈക്കിനാണ് ഈ ഒരു ഏരിയയില്. നെക്സ്റ്റ് ആങ്കറിൽ വരുന്നതാണ്. ഡയഗ്രാം നോക്കിക്കേ. ആങ്കറിൽ ഡയഗ്രത്തിൽ ആങ്കറിൽ അല്ലെ, ആങ്കറിൽ മെയിൻ ആയിട്ട് ദേഷ്യം വരുമ്പോൾ ഉള്ളത് ഡയലേറ്റഡ് നാരിസം, ഡിപ്രസർ, സെപ്റ്റി ആയിരിക്കും നമ്മുടെ ദേഷ്യം വരുന്ന ടൈമിലുള്ളത്. നെക്സ്റ്റ് സ്മൈലിംഗ് ആൻഡ് ലാഫിംഗ് ഏത് പറഞ്ഞേക്കുന്നത്, സൈഗോമാറ്റിക്കസ് മസിൽസ് അല്ലെ, സൈഗോമാറ്റിക്കസ് മേജർ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത അത് കൂടാതെ സാഡ്നെസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതും കൺഫ്യൂഷൻ ഇല്ലാത്തതും നോക്കി പഠിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഇത് ക്ലോസിംഗ് ഓഫ് മൗത്തിൽ ചോദിക്കുന്നുണ്ട് വിച്ച് മസിൽ എന്നുള്ളത്. അത് ഓർബിക്കുലാരിസ് ഓറിസ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അത് കണക്ക് പിന്നെ ഒരെണ്ണം കണ്ടേക്കുന്ന ഇത് ലാഫിംഗ് ആണ് കേട്ടോ, സ്മൈലിംഗ് ഓർ ലാഫിംഗ്. അപ്പൊ അത് രണ്ടും നോക്കി വെച്ചേക്കണം.
ഇത് കൂടാതെ ഗ്രീഫിന് ഗ്രീഫ് ഡിപ്രഷൻ പിന്നെയും കിട്ടല്ലേ. ഡിപ്രസർ ആംഗുലേ ഓറിസ് ഉണ്ട്. ഡൗട്ട് മെന്റൽ എന്നുള്ള രീതിയിൽ ഡൗട്ട്സ് അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഹൊറർ ടെറർ ഫ്രൈറ്റ് ഒക്കെ പ്ലാറ്റിസിമി ആയിരിക്കും. സാഡ്നെസ്സിന് ലെവേറ്റർ ലേബേ സുപ്പീരിയോറിസും ലെവേറ്റർ ആംഗുലേ ഓറിസും ആണ് കേട്ടോ. ഇത്രയാണ് ആ ഒരു ഫേഷ്യൽ മസിൽസിന്റെ സെക്ഷൻ ഉള്ളത്. മസിൽസിന്റെ പേരും ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് പേര് ജസ്റ്റ് നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ ഓരോന്നിന്റെയും ആ ഓരോ മസിൽസിന്റെയും ഫംഗ്ഷൻ പോലെ എന്താണ് ഏതാണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെച്ചേക്കണം. ക്ലോസിംഗ് മൗത്തിന് ഓർബിക്കുലാരിസ് ഓറിസും പിന്നെ സ്മൈലിംഗ് ആൻഡ് ലാഫിങ് സൈഗോമാറ്റിക്കസ് മേജറും ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് മാക്സിലെ കുറിച്ച് 2 പോയിന്റ്. മാക്സില ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ബോൺ ഓഫ് ദ ഫേസ്. ഫസ്റ്റ് മാൻഡിബിൾ ആണ്. Mandible is the second bone next to the clavicle ossifying the bone. Clavicle എന്താണ്? ക്ലാവിക്കിളിന്റെ ഓസിഫിക്കേഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആർക്കും ഓർമ്മയില്ലാത്തതാണ്. ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ബോൺ ആണെങ്കിൽ എന്തായിരിക്കും? അതെ, സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും കോമൺ ആയിട്ട് ക്ലാവിക്കിൾ പഠിക്കുന്നുണ്ട്, അതൊരു ഇതിൽ കാണാം. പക്ഷെ സെക്കൻഡ് മാൻഡിബിൾ ആണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ എടുത്തതായിരിക്കും. ഫ്രാക്ചർ ഓഫ് ദ ഹയോയിഡ് ബോൺ എന്താണ് സ്ട്രോങ്ലി ഇൻഡിക്കേറ്റ് ചെയ്തത്? നോക്കിക്കോളാം മതി. ഇനി അടുത്താണ് നമ്മുടെ ജസ്റ്റ് ഒരു ക്ലാസ്സും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. അല്ല ഒന്നുമില്ല, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ സെർവൈക്കൽ വെർട്ടിബ്ര ആർ ഐഡന്റിഫൈഡ് പ്രസൻസ് ഓഫ് ഒരു ഫൊറാം ട്രാൻസ്വേഴ്സ് ഏറിയ ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാത്തിലും പറഞ്ഞ കണക്കിന് അത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് തന്നെ എഴുതി വെച്ചേക്കണം. എല്ലാം കൺഫ്യൂസിങ് ആണ്. ലംബാറിന്റെ ടിപ്പിക്കൽ ഏത്, ലാർജസ്റ്റ് ഏത്. അപ്പം വെർട്ടിബ്ര എന്നും പിന്നെ സെർവൈക്കൽ ഓരോന്ന് തൊറാസിക് ലംബർ എഴുതിയിട്ട് അതിൽ ഏതൊക്കെയാണ് ടിപ്പിക്കൽ ഏതൊക്കെയാണ് ടിപ്പിക്കൽ ഉള്ള കാര്യങ്ങൾ ഇത് പഠിച്ചാൽ മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് ടിപ്പിക്കലാണോ അത് ടിപ്പിക്കലാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നും കേട്ടോ. 7 സെർവൈക്കൽ വെർട്ടിബ്രാസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് ടിപ്പിക്കൽ ആണെന്നുള്ളതിന് ഡൗട്ട് വരത്തില്ല അല്ലേ. നമ്മൾക്കറിയാം അതിന്റെ ഷേപ്പിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ ആണ് 3 to 6. അപ്പോൾ മൊത്തം 7 ഉള്ളത് കൊണ്ട് തന്നെ 7 എന്തായി എറ്റിപ്പിക്കലോട്ട് പോയി. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സെർവൈക്കൽ വെർട്ടിബ്ര ഐഡന്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് ഫൊറാമിന ട്രാൻസ്വേഴ്സ് ഏറിയം പറയുന്നുണ്ട്. പിന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള വെർട്ടിബ്രാസ് ഏതാണ്? 3rd to 6th ആണ് വരുന്നത്. എറ്റിപ്പിക്കൽ ആണ് 1st, 2nd and 7th. നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റ്ലസ് അല്ലേ. അറ്റ്ലസ് ആണ് ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര. ഇതിന് ഒരു റിംഗ് ഷേപ്പ് ആണല്ലേ. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ചിലപ്പോൾ മറന്നുപോയി കാണും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. റിംഗ് ഷേപ്ഡ് ആണ് ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര. ഇറ്റ് ഹാസ് നെയ്തർ എ ബോഡി നോർ സ്പൈൻ. ബോഡിയൊന്നും ഇല്ലാത്ത ഒരു റിംഗ് ഷേപ്പിലിരിക്കുന്നതാണ് അറ്റ്ലസ് എന്നുള്ളത്. നെക്സ്റ്റ് ആക്സിസ് ആണ് സെക്കൻഡ് സെർവൈക്കൽ വെർട്ടിബ്ര. ഈ ആക്സിസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പെക്യുലിയർ ഒരു പ്രോസസ് ഉണ്ട്, ഡെൻസ് അല്ലെങ്കിൽ ഓർഡനോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. അതൊരു ലോങ് പ്രോസസ് ആണ് കേട്ടോ. ഇത്രയാണ് ഒരു സെർവൈക്കൽ വെർട്ടിബ്രയുടെ പോർഷനിൽ. പിന്നെ സെർവൈക്കൽ റിബ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കള്ളിലെ കുറേ ഫൊറാമൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കുറച്ച് ചോദിച്ചിട്ടുണ്ട്. പണ്ട് ചോദിച്ച് കണ്ടേക്കുന്നത് ഓവേലി ചോദിച്ചിട്ടുണ്ട്, സ്പൈനോസം ഫൊറാമൻ മാഗ്നോ ഒക്കെയാണ് ചോദിച്ച് കണ്ടേക്കുന്നത്. പറ്റുന്നത് പോലെ മെമ്മറൈസ് ചെയ്ത് പഠിക്കുക, എന്തെങ്കിലും കോഡ് എന്തെങ്കിലും വെച്ച് പഠിക്കാൻ പറ്റുന്ന മാക്സിമം നോക്കുക. അതിൽ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് 1-2 എടുത്തിട്ടുള്ളൂ. ഫൊറാമൻ ലാസറം ഉണ്ട്. അതിൽ ഇന്റേണൽ ഈ ഒരു ഡയഗ്രത്തിലുണ്ട് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയും വിത്ത് വീനസ് ആൻഡ് സിമ്പത്തറ്റിക് പ്ലെക്സസ്. പിന്നെ നെർവ് ഓഫ് ദി ടെറിഗോയിഡ് കനാൽ മീഡിയൻ നെർവും പിന്നെ മെനിഞ്ചിയൽ ബ്രാഞ്ച് ഓഫ് അസെൻഡിങ് ഫാരിഞ്ചൽ ആർട്ടറി ആൻഡ് എമിസറി വെയിൻ. ഇത്രയാണ് ഫൊറാമൻ ലാസറത്തിലൂടെ പാസ് ചെയ്തു പോകുന്ന സ്ട്രക്ചേഴ്സ്. അത് ബൈ ഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഡയഗ്രാം വെച്ച് പഠിക്കാം കേട്ടോ. പിന്നെ ഫൊറാമൻ ഓവയിലിന് ഒരു കോഡ് പണ്ടലേ ഉള്ളതാണ്. മെയിലിന് വെച്ചിട്ടുള്ള ഒരു കോഡ് വെച്ച് മാൻഡിബുലാർ നെർവും ആക്സസറി മെനിഞ്ചിയൽ ആർട്ടറി, ലെസർ പിട്രോസൽ നെർവ്, എമിസറി വെയിൻ കണക്റ്റിംഗ് കാവർണസ് സൈനസ് വിത്ത് ടെറിഗോയിഡ് പ്ലെക്സസ്.
ഞാനിത് ഫുൾ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇൻ കേസ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇത് വെച്ച് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചു കേട്ടോ. ഇതിലിനിയിപ്പം ജുഗുലാർ ഫൊറാമൻ മാഗ്നം ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫൊറാമൻ മാഗ്നത്തിൽ ലോവസ്റ്റ് പാർട്ട് ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റയും മെനിഞ്ചൽ ലെയേഴ്സ് ഉണ്ട്, വെർട്ടിബ്രൽ ആർട്ടറീസ് ഉണ്ട്, സ്പൈനൽ റൂട്ട് ഓഫ് ക്രേനിയൽ നെർവ് 11ഉം ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനൽ ആർട്ടറീസ്. അപ്പോൾ വെർട്ടിബ്രൽ ആർട്ടറി, സ്പൈനൽ ആർട്ടറി, ക്രേനിയൽ നെർവ് 11 പറയുന്നുണ്ട്. പിന്നെ ഇത് എന്ത് മെഡുല ഒബ്ലാങ്കേറ്റ, പിന്നെ എപ്പിക്കൽ ലിഗം, അതൊക്കെ നമുക്ക് ജസ്റ്റ് കുഴപ്പമില്ല, വലിയ ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന സാധനങ്ങളാണ് ഈ എപ്പിക്കൽ ലിഗമെന്റ്, വെർട്ടിക്കൽ ആൻഡ് ക്രൂഷിയേറ്റ് ലിഗമെന്റ് എന്നുള്ളത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. പിന്നെ ജുഗുലാർ ഫൊറാമനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ക്രേനിയൽ നെർവ്സ് ഉണ്ട്, 9, 10, 11 ഉണ്ട്. പിട്രോസൽ, സിഗ്മോയിഡ് സൈനസസ് ഉണ്ട്, ഫാരിഞ്ചൽ ആൻഡ് ഓക്സിപിറ്റൽ ആർട്ടറീസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ 4 ഫൊറാമൻസ് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടേക്കുന്നത്. ഫൊറാമൻ ഓവേലി ചോദിച്ചിട്ടുണ്ട്, മാഗ്നം, ജുഗുലാർ ഫൊറാമൻ, പിന്നെ ഫൊറാമൻ ഓവേലി. 4 എണ്ണമെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇതിലൂടെ പാസ് ചെയ്യാത്ത സ്ട്രക്ചർ ഏതാണെന്ന് പറഞ്ഞു ചോദിക്കാം. വെർട്ടിബ്രൽ ആർട്ടറി, സ്പൈനൽ ആക്സസറി നെർവ്, വെർട്ടിക്കൽ ബാൻഡ് ഓഫ് ക്രൂഷ്യൽ ലിഗമെന്റ് എല്ലാം ഫൊറാമൻ മാഗ്നത്തിൽ പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഏത് നെർവാണ് ജുഗുലാർ ഫൊറാമൻ നിങ്ങൾ നോക്കിക്കൊണ്ടാ മതി. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബോണി ഓസിക്കിൾസ്. ഇതൊരു ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കണ്ടേക്കുന്നുണ്ട്, ഞാൻ ഇതെടുത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ബോൺ വിത്തിൻ ദ ബോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് ആയിരിക്കും. അത് പിട്രസ് ടെമ്പറൽ ബോണിനുള്ളിൽ വിത്തിൻ ദീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ബോൺ വിത്തിൻ ബോൺസ് എന്ന് പറയുന്നു. ബോണി ഓസിക്കിൾസ് ആർ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് ആൻഡ് ബോൺ വിത്തിൻ ബോൺ ആർ ദീസ് ആർ പ്രസന്റ് ഇൻ ദ പിട്രസ് ടെമ്പറൽ ബോൺ. ക്വസ്റ്റ്യൻ ആണ് വിച്ച് ബോൺ ഈസ് നോട്ട് എ ബോൺ വിത്തിൻ ദ ബോൺ ഇൻ പിട്രസ് ടെമ്പറൽ ബോൺ. അപ്പം ഇയർ ഓസിക്കിൾസ് ഒഴിച്ചിട്ടുള്ള ഹയോഡ് ആണ് എക്സെപ്ഷൻ. മാലിയസ് ആണ് ബോൺ ഇൻ ബോൺ. പിന്നെ ഒരു ടെർമിനോളജിയാണ് ഡാക്രോസിസ്റ്റൈറ്റിസ്. അത് ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ലാക്രിമൽ സാക്കിനെയാണ് ഡാക്രോസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ് നെയ്സോ ലാക്രിമൽ ഡക്റ്റിന്റെ ഓപ്പണിംഗ്. അപ്പൊ അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം വെച്ചേക്കുന്നത്. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഇൻഫീരിയർ മിയാറ്റസ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ഡയഗ്രാം കണ്ടപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. സ്കാൽപ്പാണ് കോമൺ സൈറ്റ് ഫോർ സെബേഷ്യസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അബണ്ടൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻസ് ഉള്ളതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ചോദിച്ചേക്കുന്ന ഒരു ഡേഞ്ചർ ഏരിയ ഓഫ് ഫേസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പർ ലിപ്പും ലോവർ പാർട്ട് ഓഫ് ദ നോസ് ആണ്. ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ഏരിയയിൽ ഫേഷ്യൽ വെയിൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മീൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് കാവർണസ് എമിസറി വെയിൻ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഈ ഒരു ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡ് കാവർണസ് സൈനസിലേക്ക് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഏരിയനെ, അതായത് അപ്പർ ലിംബ് ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദ നോസ്, ആ ഒരു ഏരിയനെ ഡേഞ്ചർ ഏരിയ ഓഫ് ദ ഫേസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്തിരിക്കുന്നത്. സ്കള്ളിന്റെ ഒക്കെ ആ ഒരു ഏരിയ ഹെഡിന്റെ ഇത്രയും പോർഷനാണ് ഹെഡ് ആൻഡ് നെക്കിൽ ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ഇനി നിങ്ങൾ സെൻസ് ഓർഗൻസും പിന്നെ ട്രയാങ്കിൾസ് ഓഫ് നെക്കും കൂടെ ഉണ്ട്. ആ ഒരു ഏരിയയും കൂടെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ടൈം കിട്ടുവാണെങ്കിൽ ആ കാരോട്ടിഡ് ട്രയാങ്കിൾ ആ ഒരു ട്രയാങ്കിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കിക്കണം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഈ നർവസ് സിസ്റ്റത്തിലെ കുറച്ച് പോയിന്റ് സെൻട്രൽ നർവസ് സിസ്റ്റം, പെരിഫറൽ നർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ, സ്പൈനൽ കോഡ്, സിസ്റ്റത്തിൽ സൊമാറ്റിക് നർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമിക് നർവസ് സിസ്റ്റം ഉണ്ട്. സൊമാറ്റിക് നർവസ് സിസ്റ്റം ക്രേനിയൽ നർവ്സ് 12 പെയേഴ്സും സ്പൈനൽ നർവ്സ് 31 പെയേഴ്സും ആയിരിക്കും. ഓട്ടോണോമിക് നർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഡയഗ്രത്തിൽ നോക്കിക്കൊണ്ടാൽ മതി. ഈ നർവസ് ടിഷ്യൂല് നർവ് സെൽസും ഉണ്ട്, ന്യൂറോൺസും ഉണ്ട്, സപ്പോർട്ടിംഗ് സെൽസ് ന്യൂറോഗ്ലിയൽ സെൽസും ഉണ്ടാവും. ഇത് സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇനി ന്യൂറോഗ്ലിയൽ സെൽസിനെ പെരിഫറൽ നർവസ് സിസ്റ്റത്തിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഷോൺ സെൽസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഡയഗ്രാം ആണ്. ഇത് നിങ്ങൾ ഫിസിയോളജിയിൽ ഡിസ്കസ് ചെയ്ത് കാണും. ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്, ആക്സോൺ ടെർമിനൽസ് എല്ലാം അറിയാമല്ലോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല.
bodies collectively form gray the peripheral nervous system. കേട്ടോ. നെക്സ്റ്റ് ആണ് ആക്സോൺസ് ആണെങ്കിൽ എന്താ നേരെ തിരിച്ചാണ്. കളക്റ്റീവ്ലി ആക്സോൺസ് ഫോം വൈറ്റ് മാറ്റർ ആണ് CNS ആൻഡ് നർവ്സ് ഇൻ ദ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്സോൺ ഡെൻഡ്രൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഡെൻഡ്രൈറ്റ്സ് ഷോർട്ട് ആണ്, റിച്ച്ലി ബ്രാഞ്ച്ഡ് ആയിരിക്കും ആൻഡ് ഓഫൺ വെരിക്കോസ് ആയിരിക്കും. ആക്സോൺസ് എന്താണ് സിംഗിൾ ഇലോങ്ങേറ്റഡ് പ്രോസസ് ആയിരിക്കും. അതെല്ലാം നിങ്ങൾ ഫിസിയോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അടുത്തൊരു സെക്ഷനാണ് ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്. ഇത് അത്ര കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. അത് പക്ഷേ ഇമ്പോർട്ടൻറ്റും ആണ്. ഫസ്റ്റ് മൾട്ടിപോളാർ ന്യൂറോൺസ്. ഒരു ന്യൂറോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൻ്റെ ലെങ്ത് അനുസരിച്ചും അതിൻ്റെ ആ ഒരു പോളാർ ഏരിയാസ്, അതായത് എത്ര പോൾസ് ഉണ്ട് അതിനെ വെച്ചിട്ടും പോൾസിനെ ബേസ് ചെയ്തിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ന്യൂറോൺസിൽ. അതിൽ തന്നെ ഫസ്റ്റാണ് മൾട്ടി പോളാർ ന്യൂറോൺസ്. അതായത് ഒന്നിലധികം പോൾസ് വരുന്നത്, കുറേ അധികം ഒരു സെൽ ബോഡിയിൽ നിന്ന് കുറേ അധികം ആക്സോൺസും ഡെൻഡ്രൈറ്റ്സും പോകുന്നതാണ് മൾട്ടി പോളാർ ന്യൂറോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ 2 പോൾസ് ആയിരിക്കും. നിങ്ങൾ ഈ അടുത്തൊരു നെക്സ്റ്റ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് അത് നോക്കുമ്പം കുറച്ചുകൂടെ സെൽ ബോഡിയിൽ നിന്ന് ഒരു 2 പോൾസിലേക്ക് അല്ലെ 2 പോൾസിലേക്കായിട്ട് ബൈപോളാർ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു സെൽ ബോഡിയിൽ നിന്ന് കുറേ അധികം ആക്സോൺസും ഡെൻഡ്രൈറ്റ്സും എല്ലാം വരുന്നതാണ്. മോർ ദാൻ 2 പോൾസ് വരുന്നതാണ് അതിനെ മൾട്ടി പോളാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ കൂടുതലും എന്താണ്, മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസും മൾട്ടി പോളാർ ആയിരിക്കും. പിന്നെ ഓൾ മോട്ടോർ ന്യൂറോൺസും വരുന്നുണ്ട്. അത് കൂടാതെ ഇന്റർന്യൂഷ്യൽ ന്യൂറോൺസും വരുന്നുണ്ട് കേട്ടോ. ഇന്റർന്യൂഷ്യൽ ന്യൂറോൺസ് എന്ന് പറഞ്ഞ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എ ന്യൂറോൺ കണക്ട് സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസ് ടു ദ CNS ആണ് കേട്ടോ ഇന്റർന്യൂഷ്യൽ ന്യൂറോൺസ് എന്നുള്ളത്. അത് രണ്ടുമാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസും ഹ്യൂമൻ ബോഡിയിലെ മൾട്ടി പോളാർ ആയിരിക്കും. പോൾസ് കൂടുതലായിട്ടുള്ളതായിരിക്കും. ചിലത് മാത്രമേ ഉള്ളൂ ബൈപോളാറും യൂണിപോളാറും അല്ലെങ്കിൽ സ്യൂഡോ യൂണിപോളാർ ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി അടുത്താണ് ബൈപോളാർ ന്യൂറോൺസ്. ഈ ടൈപ്പ് ഓഫ് ന്യൂറോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും, ഒരു സെൻട്രലി എന്തുണ്ടാവും, സെൽ ബോഡി കാണും ഇൻ ദ മിഡിലും, പിന്നെ 2 സൈഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിട്ട് അവർക്ക് ഒരു ആക്സോൺസും എന്തുണ്ടാവും, ഡെൻഡ്രൈറ്റ്സും കാണും. അതാണ് ഈ ബൈപോളാർ ന്യൂറോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബൈപോളാർ 2 പോൾസ് ആണ് സെൻട്രൽ ബോഡി അല്ലെങ്കിൽ സോമയിൽ നിന്ന് 2 സൈഡിലേക്കും, ഒരു സൈഡിലേക്ക് ഡെൻഡ്രൈറ്റ് പോവും, ഒരു സൈഡിലേക്ക് ആക്സോൺസ് പോവും. ഇതിന് എക്സാമ്പിൾസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇത് എന്താണെന്നുള്ളതല്ല ചോദിക്കുന്നത്, കൂടുതലും എക്സാമ്പിൾസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ന്യൂറോൺ ഓഫ് റെറ്റിന, പിന്നെ 8th ക്രേനിയൽ നെർവിന്റെ ഗാംഗ്ലിയാസ് ബൈപോളാർ ന്യൂറോൺസ് ആണ്. പിന്നെ ഓൾഫാക്ടറി മ്യൂക്കോസ. അപ്പം ക്രേനിയൽ നെർവിന്റെ 8th ക്രേനിയൽ നെർവ് ഗാംഗ്ലിയ, പിന്നെ ഓൾഫാക്ടറി മ്യൂക്കോസയുണ്ട്, റെറ്റിനൽ ന്യൂറോൺസും ഉണ്ട്. അതെല്ലാം ബൈപോളാർ ന്യൂറോൺസ് ആയിരിക്കും. ഇനി അടുത്ത യൂണിപോളാർ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും അല്ലേ, ഒരു ഒറ്റ ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ് യൂണിപോളാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഫീറ്റൽ ലൈഫിലാണ് കൂടുതലും ഉള്ളത്. ഫീറ്റൽ ലൈഫിലും മോർ കോമൺ ഇൻ ലോവർ വെർട്ടിബ്രേറ്റ്സിലാണ് കൂടുതലായിട്ടും യൂണിപോളാർ ഉള്ളത്. അതിന് യൂണിപോളാറിന് വേറൊരു എക്സാമ്പിൾ ആണ് മീസെൻസെഫാലിക് ന്യൂക്ലിയസ് ഓഫ് ട്രൈജിമിനൽ നെർവിന്റെ ഒരു ന്യൂക്ലിയസും വരുന്നുണ്ട്. അത് കൂടാതെ വേണമെങ്കിൽ ഫീറ്റൽ ലൈഫിലോ അല്ലെങ്കിൽ ലോവർ വെർട്ടിബ്രേറ്റ്സിലും ഏതാണ് കോമൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് യൂണിപോളാർ ന്യൂറോൺസ് ആയിരിക്കും. അടുത്താണ് സ്യൂഡോ യൂണിപോളാർ. ആക്ച്വലി സ്യൂഡോ മീൻസ് എന്താ, ഒരു ഫോൾസ് ആണായിരിക്കും അല്ലേ. ഇത് ആക്ച്വലി അത് ബിഗിൻ ചെയ്യുന്നത് ഒരു എന്തായിട്ടായിരിക്കും, യൂണിപോളാർ ആയിട്ട് തന്നെയാണ്. ആക്ട് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും, ഫങ്ഷണലി ആക്ട് ചെയ്യുന്നത് ബൈപോളാർ ആയിട്ടായിരിക്കും കേട്ടോ. അതാണ് ഡോസൽ നെർവ് റൂട്ട് ഗാംഗ്ലിയോ ഉണ്ടാവുന്നുണ്ട്, സെൻസറി ഗാംഗ്ലിയോ ഓഫ് ദ ക്രേനിയൽ നെർവ്സ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്, ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് നോക്കി പോകണം. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. മൾട്ടിപോളാർ ആണ് ഏറ്റവും കോമൺ. നമ്മുടെ ഒരു ഫീറ്റൽ ലൈഫിലാണെങ്കിൽ യൂണിപോളാർ ആയിരിക്കും. പിന്നെ ബൈപോളാർ അതിന് എക്സാമ്പിൾസ് കുറച്ച് മാത്രമേ ഉള്ളൂ. ക്രേനിയൽ നെർവ്, 8th ക്രേനിയൽ നെർവിന്റെ ഓൾഫാക്ടറി മ്യൂക്കോസ, പിന്നെ റെറ്റിന. സ്യൂഡോ യൂണിപോളാർ ആണെങ്കിൽ അതെന്താണ്, ഡോസൽ നെർവ് റൂട്ട് ഗാംഗ്ലിയോണും പറയുന്നുണ്ട്, ക്രേനിയൽ നെർവ്സിന്റെ സെൻസറി ഗാംഗ്ലിയൻ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇനി അടുത്താണ് ലെങ്ത് അനുസരിച്ചിട്ടുള്ളത്. ഇത് ക്വസ്റ്റ്യനിലൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി നിങ്ങൾ. ഗോൾഗി ടൈപ്പ് 1 ഉണ്ട്, ഗോൾഗി ടൈപ്പ് 2 ഉണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്.
ഈ ഗോൾഗി ടൈപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ന്യൂറോൺ ഹാവ് എ ലോങ് ആക്സോൺ ആൻഡ് ന്യൂമറസ് ഷോർട്ട് ഡെൻഡ്രൈറ്റ്സ് അല്ലേ. ഫസ്റ്റ് ഗോൾഗി ടൈപ്പ് 1 ഒരു ലോങ് ആക്സോണും ഉണ്ട്, കുറേ അധികം ഷോർട്ട് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ്സും ഉണ്ട്. അത് കൂടുതലും പിന്നെ PPS എന്ന് ഓർത്തിരുന്നാൽ മതി. പിരമിഡൽ സെൽസ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സും പർക്കിൻജി സെൽസ് ഓഫ് സെറിബെല്ലവും പറയുന്നുണ്ട്. അത് കൂടാതെ എസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പൈനൽ കോഡാണ്, ആന്റിറിയർ ഹോൺ സെൽസ് ഓഫ് സ്പൈനൽ കോഡിലുമാണ്. പിന്നെ ലോങ് ലെങ്ത് ആയിട്ടുള്ളത് സെറിബ്രൽ കോർട്ടെക്സിനും സ്പൈനൽ കോഡിനും പിന്നെ സെറിബെല്ലത്തിലും, അങ്ങനെ ഓർത്താലും മതി നിങ്ങൾ, ലോങ് ലെങ്ത് ആയിട്ടുള്ള ആക്സോൺ ആയതുകൊണ്ട് തന്നെ. അടുത്തെയാണ് ഗോൾഗി ടൈപ്പ് 2. ഗോൾഗി ടൈപ്പ് 2 എന്താണ് നോക്കിക്കേ, ഷോർട്ട് ആക്സോൺസ് ആയിരിക്കും. അതിലും എന്തുണ്ടാകുന്നുണ്ട്, കുറേ അധികം ഇതും വരുന്നുണ്ട്, ഡെൻഡ്രൈറ്റ്സും വരുന്നുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ബറിങ് സെൽസുമായിട്ട് എന്തുണ്ടാകുന്നു, എസ്റ്റാബ്ലിഷ് സിനാപ്സിസ് ഉണ്ടാകുന്നത് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ നെയ്ബറിങ് സെൽസുമായിട്ടായിരിക്കും. അത് സെറിബെല്ലാർ കോർട്ടിസസിലും സെറിബ്രൽ കോർട്ടിസസിലും ഒക്കെയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അമാക്രൈൻ ന്യൂറോൺസ്. അമാക്രൈൻ ന്യൂറോൺസ് എന്താണെന്നുള്ളതും അതിന് എക്സാമ്പിൾസും ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ന്യൂറോൺസ് വിത്തൗട്ട് ആക്സോൺസ്, അതായത് ആ ഒരു ലെങ്തി ആക്സോൺ ഇല്ല, ഡെൻഡ്രൈറ്റ്സ് മാത്രമുള്ള ന്യൂറോൺസിനെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, അമാക്രൈൻ ന്യൂറോൺസ് എന്ന് പറഞ്ഞേക്കുന്നത്. അതിന് എക്സാമ്പിൾ റെറ്റിന ഓഫ് ഐബോൾ ആണ് കേട്ടോ അമാക്രൈൻ ന്യൂറോൺ. അമാക്രൈൻ ന്യൂറോൺ മീൻസ് ആബ്സെൻസ് ഓഫ് ആക്സോൺ അല്ലെ, അങ്ങനെ ന്യൂറോൺസ് വിത്തൗട്ട് ആക്സോൺ, അമാക്രൈൻ ആബ്സെൻസ് ഓഫ് ആക്സോൺ, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. എക്സാമ്പിൾസ് പിന്നെ അതുകൂടാതെ എപ്പോളാർ ന്യൂറോൺസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു എപ്പോളാർ മീൻസ് പോൾസും ഒന്നും കാണത്തില്ല, പോൾസും ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സോൺസും ഡെൻഡ്രൈറ്റ്സും ഒന്നും കാണത്തില്ല. പിന്നെ ഒള്ളി എന്തായിരിക്കും, നമ്മൾ ആ സെൻട്രൽ ബോഡി മാത്രം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഉള്ള ഇതുണ്ട്, എപ്പോളാർ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാതിരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ഒരു സെക്ഷനാണ്. ഇതിൽ ഇപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളൊരു സെക്ഷനാണ് ഈ സെൽസിൻ്റെ കാര്യങ്ങൾ. അതിൽ തന്നെ ആസ്ട്രോസൈറ്റ്സ് കൺസേൺ വിത്ത് ന്യൂട്രീഷൻ ആണ്. അതിൻ്റെ ഷേപ്പ് അതൊരു സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആണ് കേട്ടോ, സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആണ്. ഇതാണ് ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് പേര് ഓർത്ത് വെച്ചാൽ മതി. പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ്സും ഉണ്ട്, ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സും ഉണ്ട്. ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സ് നിങ്ങൾക്ക് ആ പിക്ചറിൽ നിന്ന് മനസ്സിലാവുമോ എങ്ങനെയുള്ളതാണെന്നുള്ളത്. പിന്നെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. അപ്പം ആസ്ട്രോസൈറ്റ്സ് കൺസേൺ വിത്ത് ന്യൂട്രീഷൻ ഓഫ് നെർവസ് ടിഷ്യൂസ്, ദ സ്റ്റാർ ഷേപ്ഡ് സെൽസ് ആൻഡ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഈ 2 ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടേക്കുന്ന കേട്ടോ. ന്യൂട്രീഷൻ അതിൻ്റെ കാര്യവും ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആസ്ട്രോസൈറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കുന്ന ഏരിയാസ് എവിടെയൊക്കെയാണെന്നുള്ളത്, പീനിയൽ ഗ്ലാൻഡ് ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിരിക്കും. ഈ 2 ഏരിയാസിലും ആസ്ട്രോസൈറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ആസ്ട്രോസൈറ്റ്സ് ആർ ആബ്സെൻ്റ് ഇൻ ദ പീനിയൽ ഗ്ലാൻഡ് ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി.